ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് നമുക്ക് അംബർല സ്കേർട്ടിൻ്റെ കൂടെ അതുപോലെ പട്ടുപാവാട ബ്ലൗസ്, മിനി സ്കേർട്ട്, ജീൻസിനെല്ലാം നമുക്ക് മാച്ച് ചെയ്തിടാം. നല്ല സിമ്പിളായിട്ട് ഒരു സ്ലീവ് കൊടുത്തിട്ടുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടെയാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര മീറ്ററാണ് വേണ്ടതെന്ന് നോക്കാം. 1/2 മീറ്റർ മാത്രം മതി ഈ ഒരു ടോപ്പ് തയ്ക്കാൻ. 1/2 മീറ്ററിൻ്റെ ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു തുണീനെ ഇതുപോലെ 4ആക്കി നമ്മൾ മടക്കുകയാണ്. ഈ സൈഡിൽ 4 ലെയറായിട്ട് വരണം. ഈ രീതിയിൽ മടക്കിയ ശേഷം നമുക്ക് മെഷർമെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഈ ഒരു തുണീൻ്റെ വീതി മടക്കിയ ശേഷം വരണത് 9 ഇഞ്ചും ഇറക്കം ഒരു 19 ഇഞ്ചുമാണ് വരണത്. ഇനി ഇവിടെ നമുക്ക് ഷോൾഡറിൻ്റെ വീതി അതിവിടെ 5.5 ഇഞ്ചാണ്. ഇതിൻ്റെ ഏജ് വരുന്നത് 7 to 8 years ആണ്. നെക്കിൻ്റെ വീതിയും 2.5 ഇഞ്ച് തന്നെ എടുക്കുക. ഒരു 6 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഷോൾഡർ 5 ഇഞ്ചായിരിക്കും വരണത്. അതുപോലെ നെക്കിൻ്റെ വീതി 2 ഇഞ്ചായിരിക്കും. ഇനി ഇവിടെ കൈക്കുഴീൻ്റെ നീളം ഞാൻ 5.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ നെക്കിൻ്റെ ഇറക്കവും 2.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഓരോ നെക്കിൻ്റെ ലെങ്ത്ത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒരു 3 ഇഞ്ച് വരെ നമുക്ക് മിനിമം ഇറക്കം കൊടുക്കുക, അതിന് കൂടുതൽ കൊടുക്കരുത്. ഇനി ചെസ്റ്റ് റൗണ്ടാണ്, അതിവിടെ 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ എത്രയാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് അതിൻ്റെ 4 ഇഞ്ച് വേണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ അളവെടുക്കേണ്ടത്. ഇനി ഇവിടെ ഇറക്കം ഞാൻ ഒരു 16 ഇഞ്ചാണ് ടോപ്പിൻ്റെ ഇറക്കം. ബാക്കി ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുക്കുകയാണ്. അതിൽ 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ തയ്ക്കാൻ എടുക്കുക. ബാക്കി നമുക്ക് താഴെ മടക്കി തയ്ക്കാൻ വേണമല്ലോ, അതിന് വേണ്ടി എടുക്കുകയാണ്. ഇനി ഇവിടെ താഴത്തെ വണ്ണം 7 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണ് എടുത്തത് അതിനേക്കാളും 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടി താഴെ അടയാളപ്പെടുത്തണം. എന്നാലേ താഴെ നല്ല വിരിഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് താഴെ ആ ഒരു നീളത്തിലുള്ളൊരു ഷേപ്പ് മാറ്റി ഒരു കേർവ് ഷേപ്പിൽ കൊടുക്കാം. അപ്പോൾ അതിനിവിടെ മുകളിൽ നിന്ന് ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ മിഡിലിൽ ഇവിടെ ആയിട്ട് വരും. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലൊരു കേർവ് ഷേപ്പിലും കട്ട് ചെയ്യാം. ഈ തയ്യൽത്തുമ്പ് കൂടി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കൈക്കുഴിയും കൂടി വരയ്ക്കേണ്ടെന്ന് അതും കൂടി വരച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. ഇനി ബാക്ക് പീസാണ്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടില്ല. ഇനി ഇവിടെ നമ്മൾ സിബ് വയ്ക്കണതുകൊണ്ട് ഈ മടങ്ങിയ ഭാഗത്തു നിന്ന് ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ തുണി വെച്ച് കൊടുക്കുകയാണ്. ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കൈക്കുഴീൻ്റെ ഭാഗമുണ്ട്, അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാണ്. ഇനി നെക്ക് ഞാൻ ഈ ഒരു സെയിം ലെങ്ത് തന്നെയാണ്, 2.5 ഇഞ്ച് തന്നെയാണ് ബാക്ക് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഈ സെയിം തന്നെ നമ്മൾ നല്ല ഫാബ്രിക്കിൽ, ഞാൻ 1/2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു നല്ല ഫാബ്രിക്കിലും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി തുണീനെ ഇതുപോലെ വേണം നിങ്ങൾ മടക്കേണ്ടത്. രണ്ടും ഒരുമിച്ച് നിങ്ങൾ മടക്കണ്ട. ഫ്രണ്ട് ഭാഗം വേറെയും ബാക്ക് പീസ് വേറെ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര തുണി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക എത്രയാണ് വരണേന്ന്. അപ്പോൾ മടങ്ങിയ ഭാഗം ഇതുപോലെ വേണം ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ അത് കട്ട് ചെയ്തെടുക്കുക. ബാക്കി ഇത്ര നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടി എടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിതുപോലെ നല്ല ഫാബ്രിക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല വെസ്റ്റ് വേണം നിങ്ങൾ ലൈനിങ് വയ്ക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമുക്കത് ജോയിൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ബാക്ക് സൈഡും. അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് സൈഡിൻ്റെ നെക്കും അതുപോലെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് സൈഡ് ഈ ഒരു സൈഡും കൂടി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിടാണ്. അപ്പോൾ നെക്കിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് വേണം തയ്ക്കാൻ. ഇനി ഇവിടെ ഞാൻ
ഒരു 3.5 ഇഞ്ചിൽ ഇതൊന്ന് അടയാളപ്പെടുത്താം. നമ്മളിവിടെ ഒരു പ്ലാക്കറ്റ് പോലെ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മിഡിലിൽ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ബാക്കിൽ നമുക്ക് ഹുക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഇനി കയ്യിലത്തെ ആം ഹോളിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് റെഡി ആയതുകൊണ്ട് ഇനി നമുക്കിത് രണ്ടും അതിൻ്റെയും ഷോൾഡറാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ടിനെയും നല്ല വശം ചേർത്തിട്ട് ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ ഉള്ളിലും കൂടെ എടുത്തിട്ട് അതിൻ്റെയും ഇതിൻ്റെയും നല്ല വശം ചേർന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാനുള്ള തുണി എടുക്കുകയാണ്. ഒരു 18.5 ഇഞ്ച് വീതിയും ഇറക്കം ഒരു 3 ഇഞ്ചിൽ ഇറക്കത്തിലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനിതുപോലെ മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു ഷേപ്പിൽ വെറുതെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ചെറിയൊരു ഫ്രില്ല് പോലെ കൊടുക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ കാം ഹോള് ഇതുപോലെ നല്ല വശം ചേർത്ത് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് നല്ല വശം ചേർത്ത് നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരണത്. എന്നിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ആ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ അറ്റഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. അത് സ്ലീവിൻ്റെ അടിയിൽ വരുന്ന പീസാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോണത്. ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെവിടം വരെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം വരുന്നുണ്ട് അവിടം വരെ നിങ്ങൾ അനുസരിച്ച് ചുരുക്കിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഫുള്ള് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ വരും. അപ്പോൾ ഈ ഒരു സ്ലീവും ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ ഈ ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഈ ലൈനിങ്ങായിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു കർവ് ഷേപ്പിൽ ജോയിൻ ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മടക്കി തയ്ച്ചാലും മതിയാവും. ഫ്രണ്ട് ഭാഗം ഇതുപോലെയാണ് വരുന്നത്. അതിൻ്റെ സ്ലീവ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചുരുക്കോട് കൂടിയുള്ളൊരു സ്ലീവാണത് കണ്ടോ. അതുപോലെ ഈ ഒരു സൈഡ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗം ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ അടിച്ച ഭാഗം ഒട്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ കാണില്ല. ഈ ഒരു രീതിയിൽ അടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്കൊരു ടോപ്പ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡ് ഭാഗമാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനെ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആം ഹോള് നമ്മൾ 5.5 ഇഞ്ചാണ് അതോടെ അടയാളപ്പെടുത്താം. അതുപോലെ ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് എല്ലാം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാം ഇങ്ങനത്തെ ഒരു ടോപ്പ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ബിഗിനേഴ്സിന് സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യാം നമുക്കത്. ഇതിന് ഇതുപോലെ ഒരു ഷേപ്പിൽ വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു ഹുക്കും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡിയായി. ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ആണ് നിങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്ലീവിൻ്റെ അറ്റഭാഗം ഇതുപോലെ മടക്കി നിങ്ങൾ തയ്ക്കണം. അപ്പോൾ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ടോപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.